നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നെഹ്റു ട്രോഫി വാർഡ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നമ്മൾ അവിടെ കാണുന്നത് അല്ലേ? ഇതിന്റെ അപ്പുറത്തായിട്ട് വരും. അപ്പം രാജചേട്ടനാണ് നമ്മളെ ബോട്ടിൽ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ കൊണ്ടുപോകുന്നത്. രാജചേട്ടന്റെ ബോട്ടാണ് ഈ കിടക്കുന്നത്. നമ്മളിപ്പോ അപ്പുറ വശത്താണ് ഈ മത്സരം നടക്കുന്നത്. ഇപ്പറേ വന്നിട്ടുണ്ട്. രാജേട്ടാ, ഈ ജലോത്സവം എന്ന് പറയുമ്പോൾ വള്ളംകളിക്ക് എല്ലാ ബന്ധുക്കളും ഒക്കെ വരുന്ന ഒരു സമയമുണ്ട്. ബന്ധുക്കളും എല്ലാ ആൾക്കാരും ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് വള്ളംകളിയാണ്. ഓണത്തിനേക്കാൾ കൂടുതൽ ഇത് കൊടുത്തിട്ട് വള്ളംകളിയാണ് ഞങ്ങൾ ഏറ്റവും ആഘോഷിക്കുന്നത്. രാജേട്ടൻ ജനിച്ചു വളർന്നത് എന്റെ കുടുംബ വീടാണിത്. എനിക്കിപ്പോ 63 വയസ്സുണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ്. ഞാൻ ജനിച്ചു വളർന്നത്. സഹോദരങ്ങൾ അനിയന്റെ വീടാണിത്. ഒരു അനിയന എന്റെ വീടിന്റെ അപ്പുറം താമസിക്കുന്നുണ്ട്. അപ്പൊ ഈ വള്ളംകളി ആദ്യം മുതൽ കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്നതാണ്. ഈ ബോട്ട് ഓടിക്കുന്നത് എത്ര കാലമായിട്ട് ഇങ്ങനെ? ബോട്ട് ഓടിക്കുന്നത് ഒരു 15 വർഷമായിട്ടുണ്ട്. 15 വർഷമായിട്ട് ഓടിക്കുന്നു. സ്വന്തം ബോട്ടാണ്? സ്വന്തം ബോട്ടല്ല, വാടകയ്ക്ക് എടുത്ത് ഓടിക്കുകയാണ്. നമുക്കിപ്പോ നമ്മൾ പോകുന്നത് രാജേട്ടൻ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലോട്ടാണ്. അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഇല്ല. ഈ തെങ്ങന്തടി പാലം അപൂർവമായിട്ട് സ്വന്തമായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന പാലമാണ്. നമുക്ക് സർക്കാരിന്റെ നമ്മൾ തന്നെ കാശ് മുടക്കി ഇട്ടിട്ട് അക്കരയ്ക്കരം പോകാൻ. ശരി, നമുക്ക് നടന്നാട്ടെ ചേട്ടാ. അങ്ങനെ തെങ്ങന്തടി പാലത്തിലൂടെ നടക്കുകയാണ്. പണ്ടാണെങ്കിൽ ഇങ്ങനെ പലകയൊന്നും അടിക്കത്തില്ല, വെറുതെ അല്ലേ? അതെ അതെ, ആയിക്കോട്ടെ. ഇനി എത്ര ദൂരം ചേട്ടന്റെ വീട്ടിലേക്ക്? 100 മീറ്റർ. ശരി, നടക്കാം. ഈ വലതുവശത്ത് കാണുന്നത് പാടശേഖരം. ഭഗവതി പാടം എന്ന് പറയും. ഭഗവതി പാടം. പണ്ട് ചരിത്രം പറയുന്നത് ഇവിടെ നെഹ്റു വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് നെഹ്റു ട്രോഫി നെഹ്റു ചാടിക്കേറിയ ആവേശം കൊണ്ട് വള്ളം കളിക്ക്. സിനിമയൊക്കെ ധാരാളം ഒത്തിരി ഫിലിമുകൾ, ഹിന്ദി ഫിലിം, തമിഴ്, മലയാളം മൂവി എല്ലാം ഇവിടെ ഷൂട്ടിംഗ് ഉള്ള ഏരിയയാണ്. ഷൂട്ടിംഗ് പ്ലേസ് ആണിത്. ഈ ടൂറിസം വല്ലാതെ ഇവിടെ വളർന്നു. ടൂറിസം ഭയങ്കരമായിട്ട് വളർന്നുപോയി. ടൂറിസ്റ്റ് ഏരിയ ആണ്. ഗസ്റ്റ് ഇവിടെ യൂറോപ്യൻസ് ഡിസംബറിൽ യൂറോപ്യൻസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. നമുക്ക് ആ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ പാടശേഖരമാണ്. എത്രയുണ്ട്? ഇത് 2000 പറ നിലമാണ്. 200 ഏക്കർ വരും. കൃഷി കാര്യമായിട്ട് നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ രീതിയിൽ പോകുന്നുണ്ട്. കർഷകരൊക്കെ സന്തോഷത്തിലാണ്. നമ്മൾ ഇന്നലെയും മഴയായിരുന്നു, ഇന്നും ഇപ്പൊ മഴയുണ്ട്. ഇന്നും മഴയാണ്. പക്ഷെ മഴ ഉള്ളത് ഈ വള്ളം കളിക്ക് നല്ലതാണെന്ന് തോന്നുന്നു. വള്ളം കളിക്ക് ഒരു ആവേശമാണ് മഴ. നമുക്ക് രാജന്റെ വീട്ടിലോട്ട് പോവാം. നല്ല സൗണ്ടാണോ? നല്ല സൗണ്ടാണ്. ചെവി പൊട്ടൂല്ലേ? നല്ല ചെവി പൊട്ടിക്കണെന്ന്. ഏത് ക്ലബിന്റെ ആരാധകരെ? PBC ആണോ? വള്ളത്തുരുത്തി കപ്പടിക്കുവന്നു. പിന്നെ എന്ത് ചോദ്യം. ഈ വള്ളങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പൊ ഒരുപാട് വെള്ളം ഉണ്ടെന്ന് പറയുന്നു. വെള്ളം കൂടട്ടെ, എന്നാലും ആവേശം കൊടുത്തു. സെറ്റ് ചെയ്തോ? ഇത്രേ ഉള്ളൂ. ഇത് 100 രൂപ അല്ലേ? 100 രൂപ. എങ്ങനെയാണ്? സെറ്റാണ്. എന്റെ ചെവിക്കകത്ത് എന്നാ സൗണ്ട പൊളി കേട്ടോ. കൊള്ളാം കേട്ടോ. ഒന്നുകൂടെ ഓക്കെ. നെഹ്റു ട്രോഫിക്കാരെ സംബന്ധിച്ചിട്ട് അവർക്ക് നിങ്ങൾ മറ്റുള്ളവർ ടൗണിൽ ജീവിക്കുന്ന പോലെ ബൈക്കുള്ള പോലെ എല്ലാ വീട്ടിലും ഓരോ വള്ളങ്ങളാണ്. മുറ്റത്ത് കെട്ടിട്ടിരിക്കുന്നത് അവരുടെ സ്വന്തം വള്ളങ്ങളാണ്. ഇവിടുത്തേലാണ് അവർ പോണതും വരുന്നതില്ല. ഒരു വിധത്തിലും വരാനുള്ള യാതൊരു മാർഗമില്ല. ടൗണിലോട്ട് പോകണമെങ്കിൽ ഇപ്പം ഈ ഇന്നലെ ഒരു ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാക്കിംഗ് പാലം, നടന്നു കയറാം, വണ്ടിയൊന്നും വരത്തില്ല. അത് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. കുഞ്ഞുങ്ങളും എല്ലാവരും ഈ വള്ളത്തിലാണ് യാത്ര പോക്കും വരവില്ല. ഒരു വീടിനൊരു വള്ളം. ഇത് വള്ളത്തിന്റെ ഷെഡാണ്. അതായത് നമ്മൾ കാർ ഷെഡ് പോലെ വള്ളം സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മഴയും വെയിലും കൊള്ളാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കാർ ഷെഡ് പോലെ ആണ്. അത് തന്നെ ഇവിടെ. ഇത് കുളിക്കാനൊക്കെ കുളിക്കാൻ കുറച്ച് ആൾക്കാർ മാത്രമേ യൂസ് ചെയ്തു. ബാക്കി മറ്റേ സർക്കാർ പൈപ്പിലാണ് കുളിയല്ല. വാഷ് ചെയ്യാം. വെള്ളം വരുന്നുണ്ട്.
പൈപ്പ് വെള്ളം എല്ലാ വീടുകളിലും പൈപ്പ് ലൈനുണ്ട്, എല്ലാ വീട്ടിലും പിന്നെ വെള്ളമുണ്ട്. പാത്രം കഴുകാനും നമ്മൾ തുണി അലക്കാനും ഒക്കെ ഈ വെള്ളം ഉപയോഗിക്കും. പിന്നെ പാഡി ഫീൽഡാണ്, റൈസ് ഫീൽഡ്, ഇവരൊക്കെ ഈ വ്യവസായത്തിന് ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. രാജേട്ടന്റെ വീട് എത്തിയിട്ടുണ്ടല്ലേ രാജേട്ടാ? അതെ, കുടുംബാംഗങ്ങളാണല്ലേ? ചേച്ചി നമസ്കാരം, നിങ്ങളെ ന്യൂസ് 18 ചാനലിൽ നിന്നാണ്. ആ ചേച്ചി ഇത്തിരി ചോറുണ്ടോ എന്ന് ചോദിക്കാൻ ഇല്ല, കഴിച്ചു, ഞങ്ങൾ കഴിച്ചു. എങ്ങനെയാ നമ്മള് ഈ വള്ളംകളിയൊക്കെ ആകുമ്പോ ബന്ധുക്കളൊക്കെ സാധാരണ നാട്ടുകാരൊക്കെ വരാറുണ്ട്? അതോ? അത് സാരമല്ല, അത് മകനാണ്. ഞാൻ സിബി കോഴ്സായിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നു. ഇങ്ങനെ വലിയ ഓളത്തിലാണ് ഇന്നിപ്പോ, ഭയങ്കര രസമല്ലേ? രസമാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, ഒരു പാലം വന്നില്ലേ. ഇന്നിപ്പോ ചേച്ചി എന്താ സ്പെഷ്യൽ വല്ലതും ഉണ്ടോ വള്ളംകളിയായിട്ട്? ചിക്കൻ സ്റ്റൂ ഉണ്ട്. ചിക്കൻ സ്റ്റൂ അപ്പോ ണ്ടല്ലേ? ഞങ്ങളിപ്പോ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. കറി, മോര് കഴിച്ചു, ഞങ്ങളേ ഉള്ളു. ഇപ്പൊ എനിക്ക് മേലാത്ത കാരണം ഗസ്റ്റ് ഒന്നും ഒരുപാട് വരാറില്ല. എനിക്ക് സാധാരണ ഇങ്ങനെയാണോ ഭക്ഷണം, അല്ലെങ്കിൽ ഇന്ന് ഇപ്പൊ ആയതുകൊണ്ടാണ്? വള്ളംകളിക്ക് ഞങ്ങളാണ്. ഏത് ക്ലബിന്റെ ആരാധന? PVC. ഇവിടെ വന്നിട്ട് എല്ലാരും അതാ പറയുന്നത്. ഞങ്ങൾ PVC കൂട്ടുകാരന്മാരാ തുഴയുന്നത്. കൂട്ടുകാരാ തുഴയുന്നത്. അച്ഛനും ഞങ്ങളൊക്കെ കഴിച്ചിട്ടാ ഇപ്പൊ വന്നത്. കഴിച്ചിട്ട് ഇങ്ങനെ വന്നതാ. അപ്പോ സ്റ്റൂ അല്ലേ കഴിച്ചോണ്ടിരിക്കരുതല്ലേ? എന്നാ ഒരു പീസും തന്നെ ഒരു അപ്പം വേണമെന്നില്ല. ഇങ്ങനെ അവിടുന്ന് ചിക്കന്റെ ഒരു ചെറിയ കഷ്ണം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, എടുക്കട്ടെ. ആ, അപ്പൊ നമ്മള് ചേച്ചി പേരെന്താ ചേച്ചി? നമ്മുടെ പേര് സുനന്ദ. അപ്പൊ സുനന്ദ ചേച്ചി ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്, ചിക്കൻ സ്റ്റൂ. കൊള്ളാം. ആലപ്പുഴയുടെ ഒരു പ്രത്യേക ടേസ്റ്റാ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്, അപ്പൊ അവിടെ ഉള്ളൊരു ടേസ്റ്റ് അല്ല ഇത്. വളരെ നല്ലതാ. നമ്മള് രാവിലെ അപ്പം ബീഫ് കഴിച്ചു അല്ലേ? അപ്പൊ എങ്ങനെയാ പിന്നെ കാണാൻ പോകുന്നുണ്ടോ? മത്സരം കാണാൻ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ കുറെ കുഞ്ഞുങ്ങള് മറ്റേ വലിയ ഊത്തും ആയിട്ട് പോവുക. അതൊക്കെ അത് ഭയങ്കര ആവശ്യം. തുഴ അറിയാവോ? അപ്പൊ തുഴ അറിയാവോ? പിന്നെ വീട്ടില് വെള്ളം ബോട്ടൊക്കെ ഉണ്ടല്ലോ. അഡിക്റ്റ് ആണ് ഇവിടെ ഉള്ള എല്ലാരും. അല്ലേ? കൂട്ടുകാരന്മാരൊക്കെ വരുമല്ലോ? ഇല്ല, അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ആരെയും വിളിച്ചിട്ടില്ല. പിന്നെ അപ്പുറത്തുള്ള വർഷങ്ങളിലൊക്കെ വരുമായിരുന്നു. 23-24 പേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പൊ എനിക്ക് മേലാത്ത കാരണം അങ്ങനെ ഗസ്റ്റ് ആരും വരത്തില്ല. എന്റെ വീട്ടിൽ കറി വളരെ നന്നായിട്ടുണ്ട്. ആണ്, ഒരെണ്ണം കഴിക്കാൻ പറയും, കഴിച്ചോണ്ട് പോകുന്നു. ശരി. ഏതായിരുന്നാലും ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ആലപ്പുഴയുടെ ഒരു ഈ ഉത്സവത്തിന് നമ്മൾ ആ നാട്ടിലെ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പ്രത്യേക വിഭവങ്ങളൊക്കെ. ഇപ്പോൾ ചിക്കനൊക്കെ രാജേട്ടാ നല്ല കറിയാട്ടോ. അപ്പോൾ അരുൺ പാലോടൊപ്പം BV വിനോദ്, ന്യൂസ് 18 ആലപ്പുഴ. കൈനകരിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്.